എവരിവൺ, ഇന്ന് വിദേശത്തു നിന്ന് നമുക്കൊരു പേഷ്യൻ്റ് വരികയുണ്ടായി. ആൾക്ക് ഒരു 3 മാസമുള്ള കുട്ടിയുണ്ട്. ആ കുട്ടീനെ എടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതായിരുന്നു ആ പേഷ്യൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മളത് ഹിസ്റ്ററി ചോദിച്ചു വന്നപ്പോൾ കൈയുടെ ഈ ഭാഗത്തായിട്ടാണ് വേദന. കൈയുടെ ഈ ഭാഗം, അതായത് കുട്ടീനെ ഇങ്ങനെ ഉയർത്തുമ്പോൾ ഭയങ്കര വേദന എന്നുള്ള ഹിസ്റ്ററി ആയിരുന്നു. ഈ ഭാഗത്തായിട്ടായിരുന്നു വേദന. അപ്പോൾ നമ്മൾ പിന്നെ ചോദിച്ചു, തൊട്ട് നോക്കിയപ്പോൾ അവിടെ പെയിൻ ഉണ്ട്. അതുപോലെ തന്നെ ഫിംഗർ സ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇങ്ങനെ വിരലുകൾ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ ഭയങ്കര വേദനയുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ഡിക്കൂർബൻ സ്റ്റീനോസൈനോവൈറ്റിസ് എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കട്ടിയുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നമ്മൾ 2 ഓപ്ഷൻ കൊടുത്തു. ഒന്നുകിൽ ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം, എന്നിട്ട് സർജറി ചെയ്യാം എന്നുള്ളത്. സർജറി ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് യൂഷ്വലി ഒരാവരണമുണ്ട്. ആ ആവരണത്തിന് വരുന്ന നീർക്കെട്ട് പോലുള്ളൊരു പ്രശ്നമാണ്. അത് ടൈറ്റായി കഴിയുമ്പോൾ ആണ് ഈ ഡിക്കൂർബൻ സ്റ്റീനോസൈനോവൈറ്റിസ് വരുന്നത്. എന്നിട്ട് ആ ഫസ്റ്റ് കമ്പാർട്ട്മെൻറ്റ്, ഇവിടെ 6 കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇതിനകത്ത് 1ാമത്തെ കമ്പാർട്ട്മെൻറ്റിലാണ് ഇഷ്യൂ. ആ കമ്പാർട്ട്മെൻറ്റ് ചെറുതായിട്ട് റിലീസ് ചെയ്ത് കൊടുത്തപ്പോൾ തന്നെ നല്ല ആശ്വാസം ലഭിച്ചു. അപ്പോൾ ഇപ്പോൾ കുട്ടികളുണ്ടായ ഉടനെയുള്ള മദേഴ്സിന് കൈ ഇങ്ങനെ ഉയർത്താൻ, അതായത് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് ഡിക്കൂർബൻ സ്റ്റീനോസൈനോവൈറ്റിസ് ആയിരിക്കാം. തുടക്കത്തിലെ മനസ്സിലാക്കുകയും ട്രീറ്റ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു.